ഞാൻ അങ്ങനെ ചെയ്താൽ ഇവരെന്ത് വിചാരിക്കും, ഇങ്ങനെ ചെയ്താൽ ഇവരെന്ത് വിചാരിക്കും എന്ന ചിന്ത ഉണ്ടാകാത്തവർ കുറവായിരിക്കും. ഞാൻ അങ്ങനെ ചെയ്താൽ അവർക്ക് എന്നെ ഇഷ്ടപ്പെടുമോ, എന്നോട് ഇഷ്ടക്കുറവുണ്ടാകുമോ, അവരെന്നെ വിട്ടുപോകുമോ? ഇത്തരത്തിലുള്ള ചിന്തകൾ ഇടയ്ക്ക് വന്നു പോകുന്നത് സ്വാഭാവികമാണ്. പക്ഷേ അത് അമിതമായാലോ? മറ്റുള്ളവരെക്കുറിച്ച് എപ്പോഴും അമിതമായി ആകുലപ്പെട്ട് അവർ അസ്വസ്ഥരാകാതിരിക്കാൻ സ്വയം അസ്വസ്ഥരാകുന്നവരുണ്ട്. ഇതിനെ പീപ്പിൾ പ്ലീസിങ് ബിഹേവിയർ എന്നാണ് പറയുന്നത്. ഇത്തരക്കാർക്ക് ആവശ്യമുള്ള സാഹചര്യങ്ങളിൽ പോലും നോ പറയാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ചെറുപ്പത്തിൽ ഒറ്റപ്പെടലും അവഗണനയും അനുഭവിച്ചവരിൽ ഈ സ്വഭാവരീതി വളർന്നു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പെർഫെക്ഷനിസം ഉള്ളവരിലും എൻ്റെ നന്മകൾ മാത്രമേ മറ്റുള്ളവർ അറിയാൻ പാടുള്ളൂ എന്ന ഒരു നിർബന്ധമുണ്ടാകും. അതുകൊണ്ട് എല്ലാവർക്കും സന്തോഷമുണ്ടാകുന്ന രീതിയിൽ മാത്രം പെരുമാറാൻ അവർ ശ്രമിക്കും. ഇത്തരത്തിലുള്ള സ്വഭാവം നമുക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്നുണ്ട്. എല്ലാവരുടെയും ഇഷ്ടങ്ങൾക്കനുസരിച്ച് പെരുമാറുന്ന വ്യക്തിക്ക് സ്വന്തം അഭിപ്രായങ്ങളും ഇഷ്ടങ്ങളും പറയാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ഇത്രയൊക്കെ കരുതൽ കാണിച്ചിട്ടും മറ്റുള്ളവരിൽ നിന്ന് വേദനിപ്പിക്കുന്ന തരത്തിൽ എന്തെങ്കിലും അനുഭവം ഉണ്ടായാൽ എൻ്റെ ആത്മാർത്ഥത അവർ തിരിച്ചറിയുന്നില്ലല്ലോ എന്ന ചിന്ത ഉണ്ടാവുകയും അത് പിന്നീട് മനസ്സിനൊരു വേദനയായി മാറുകയും ചെയ്യും. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നത് ഒരു നല്ല കാര്യമാണെങ്കിലും എല്ലാവരെയും എപ്പോഴും സന്തോഷിപ്പിക്കാൻ സാധിക്കില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളണം. നമ്മുടെ മാനസികാരോഗ്യത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ടായിരിക്കണം നാം മറ്റുള്ളവരുമായി ഇടപെടേണ്ടത്. മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കുന്നതിനോടൊപ്പം സ്വന്തം സമാധാനത്തിനും കൂടി പ്രാധാന്യം നൽകിക്കൊണ്ട് ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ വിദഗ്ധരുടെ സഹായം തേടാം.